എല്ലാ അർത്ഥത്തിലും ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ഏറ്റവും ഹൈ ലെവൽ ഉയർത്താൻ കഴിയുന്ന, അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളെ തടുത്തു നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ആയുർവേദ കോമ്പിനേഷനാണ് കവചപ്രാശ്. കവചപ്രാശ് എന്ന് പറയുന്നത് നമ്മൾ മൈലേഷ്യൽ മാർക്കറ്റിംഗിൽ വന്നതിന് ശേഷം കേൾക്കുന്ന പേരാണ്. പക്ഷെ അതിനു മുമ്പേ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പേര് ചവനപ്രാശം എന്ന് പറയുന്ന ഒരു ഔഷധമായിട്ടാണ്. അതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരുപാട് അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന, ജരാനരകൾ ബാധിച്ച ചവന മഹർഷിയുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനും യൗവനം തിരിച്ചു കൊണ്ടുവരാനും അശ്വിനി ദേവന്മാരാൽ നൽകപ്പെട്ട് എന്ന്, അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ഏറ്റവും ആദ്യത്തെ വൈദ്യർ എന്ന് പറയുന്ന അശ്വിനി ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ടു കൊടുത്തു എന്ന് പറയപ്പെടുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ചവനപ്രാശം. സ്വാഭാവികമായും ഇന്ന് പല ചവനപ്രാശവും മാർക്കറ്റിൽ കിട്ടാനുണ്ടെങ്കിലും ആ ചവനപ്രാശത്തിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിന്റെ ഗുണം ലഭിക്കുന്നത്. പലതിലും 10ഉം 18ഉം 20ഉം ഒക്കെ ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുകൊണ്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ 40ഓളം, 40ൽ എല്ലാം തന്നെ ഔഷധമെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ശർക്കര ഔഷധമാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ശർക്കരയ്ക്കും ഒരുപാട് ഔഷധ മൂല്യമുണ്ട്. അതുപോലെ ഇതിനെ അതിന്റെ കുഴമ്പ് രൂപത്തിലൊക്കെ നിലനിർത്താൻ സഹായിക്കുന്ന നമ്മുടെ വിഴാലരി പോലുള്ള അതും, അത് വിഴാലരി എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മളായിരിക്കും അരിയാണെന്ന്. അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന കപ്പയിൽ നിന്നും ഗോതമ്പിൽ നിന്നും അരിയുടെ ഒക്കെ അതിന്റെ സ്റ്റാർച്ച് എടുത്തുകൊണ്ട് പുനർനിർമ്മിക്കുന്ന ഒരു സാധനം വിഴാലരി. എങ്കിലും അതിനും കുറെ ഔഷധ ഗുണമൊക്കെ ഉണ്ട്. പക്ഷെ വളരെ പ്രാധാന്യമുള്ള ഔഷധമായി ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ വളരെ 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 ഏറെ ഔഷധ മൂല്യമുള്ള ഒരുപാട് കണ്ടന്റുകൾ അതിനകത്തുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെല്ലിക്ക. ഈ നെല്ലിക്ക എന്ന് പറയുന്നത് സാധാരണ നെല്ലിക്ക എന്ന് പറയുന്നതിലുപരി വനനെല്ലിക്ക എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ അതാണ് അതിന്റെ ശരി. കാട്ടു നെല്ലിക്ക എന്ന് വേണമെങ്കിൽ പറയാം. നെല്ലിക്കക്ക് നമുക്കൊക്കെ അറിയാം വൈറ്റമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക. ഈ വൈറ്റമിൻ സി കിട്ടുന്നു എന്ന് മാത്രമല്ല, നെല്ലിക്കയ്ക്ക് ഒരുപാട് ഔഷധ മൂല്യങ്ങളുണ്ട്. എല്ലാം പറഞ്ഞു തീർക്കാൻ കഴിയില്ല, എങ്കിലും കോമൺലി നമുക്കതിന് പറയാം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയാം. എങ്കിലും അതിന് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു അപാരമായ ശക്തിയുണ്ട്. കൊഴുപ്പ് രക്തക്കൊഴിലൊക്കെ അടിഞ്ഞുകൂടി, നമ്മൾ പറയുമല്ലോ, നമ്മൾ ട്രൈഗ്ലിസറൈഡ് പോലുള്ള കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടി അറ്റാക്ക് ഒക്കെ വരുന്നതിനെ പറ്റി നമ്മൾ വെൽഹാർട്ടിൽ സംസാരിക്കാറുണ്ട്. അതേപോലെ കൊഴുപ്പ് അടിയുന്നത് തടയാനും, വായ്പുണ്ണ്, അതുപോലെ തന്നെ പല്ലുമായി ബന്ധപ്പെട്ട മോണവീക്കം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല ഒരു ശമനം കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആണ് നെല്ലിക്ക. ഇത് ക്രോമിയത്തിന്റെ അതിശക്തമായ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ഇത് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പല ആളുകളും നെല്ലിക്ക ജ്യൂസ് ഒക്കെ അടിച്ച് കഴിക്കുന്നതിന്റെ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആളുകളാണ്. നെല്ലിക്ക സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് നല്ല ഗ്ലോയിങ് സ്കിന്ന്, നമ്മള് റേഡിയൻ ഗ്ലോ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് മുഖം കഴുകാറുണ്ട് നല്ല ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടി. പക്ഷെ ഇത് നല്ല തിളങ്ങുന്ന ചർമ്മത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ നെല്ലിക്കയ്ക്ക് കഴിയും എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ സ്ത്രീകളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് മുടി വളർച്ച. നല്ല മുടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ആഗ്രഹിക്കുന്നു. അപ്പൊ മുടി വളർച്ചയെ ഏറ്റവും നന്നായി പരിപോഷിപ്പിക്കുന്ന ഒരു ഘടകം കൂടെയാണ് ഈ പറയുന്ന നെല്ലിക്ക. അപ്പൊ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള നെല്ലിക്ക, നമ്മളെ ഈ കവചപ്രാശിൽ 30% നെല്ലിക്കയാണ്, അല്ലെങ്കിൽ വനനെല്ലിക്കയാണ് അതിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഏറ്റവും മഹത്തായ ഗുണം ഈ പറയുന്ന വനനെല്ലിക്കയിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു അടിസ്ഥാനപരമായി ഇതിന് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറയാനുള്ള ഒരു കാരണം. ഇനി ഈ ഒരു കണ്ടന്റ് മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ 40ഓളം കണ്ടന്റുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതില് രണ്ടാമത്തെ ഒരു കണ്ടന്റ് ആണ് വില്ലുവ, അല്ലെങ്കിൽ കൂവളം എന്ന് പറയും. കൂവളത്തിന് ഒരുപാട് ഔഷധ മൂല്യവും, അതുപോലെ ഹിന്ദു ആചാരപ്രകാരം
ഏറ്റവും മഹത്തായതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഏറ്റവും നന്നായി അതിനെ പരിപാലിപ്പിക്കേണ്ടതാണെന്ന് പറയുകയും ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നത് കേട്ടു. പക്ഷെ ഈ കൂവളത്തിന്റെ എന്താണ് ഔഷധ മൂല്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പൊ സ്വാഭാവികം ചെറിയ ആൾ ചോദിക്കും, സാറേ കവചപ്രാശ് കഴിച്ച ഷുഗർ കൂടുമെന്ന്. താൽക്കാലികമായി ചിലപ്പോൾ കൂടിയേക്കാം, കാരണം അതിനകത്ത് തേനുണ്ട്, ശർക്കരയുണ്ട്. അതിന്റെ കണ്ടന്റ് ചെല്ലുന്ന സമയത്ത് ഒരു ഹൈക്ക് നിലവിൽ പ്രമേഹ രോഗികളായ ആളുകൾക്ക് ഒന്ന് കൂടാമെങ്കിലും സ്ഥിരമായി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന അവസ്ഥ ശരീരത്തിൽ നിന്ന് പാടെ മാറ്റി നിർത്താൻ ഈ പറഞ്ഞ കൂവളം അടങ്ങിയതിനാൽ കവചപ്രാശ് കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോ നമുക്ക് ഹൈലി അല്ലെങ്കിൽ ഒരുപാട് ലെവൽ വിട്ട പ്രമേഹമല്ലാത്ത, അതായത് ഇൻസുലിനൊക്കെ സ്ഥിരമായി പ്രയോഗിക്കുന്നതല്ലാത്ത പ്രമേഹ രോഗികൾക്കൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് സ്ഥിരമായി കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രമേഹത്തിനൊക്കെ നല്ല ശമനം കിട്ടും, അത് മാറിക്കിട്ടും എന്ന് പറഞ്ഞു വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതിന് ഏറ്റവും നല്ല ഒരു കണ്ടന്റ് കൂടെയാണ് ഈ കൂവളം എന്ന് പറയുന്നത്. അതുപോലെ വമിറ്റിംഗ് ടെൻഡൻസി, ഛർദി ഒക്കെ വരുന്ന, അല്ലെങ്കിൽ ക്ഷയരോഗം പോലുള്ള അസുഖങ്ങളും ബാധിച്ച് അതിൽ നിന്ന് റിക്കവറായി എങ്കിലും ഇപ്പൊ ഒരുപാട് ചികിത്സയൊക്കെ ഉണ്ട്. ഡോട്ട്സ് എന്ന് പറയുന്ന ചികിത്സയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ക്ഷയരോഗത്തിനുള്ളത്. അത് കഴിഞ്ഞാലും ഇവർക്ക് ഒരുപാട് മെഡിസിൻ കഴിച്ചതിന്റെ ഭാഗമായിട്ടും ഈ ക്ഷയരോഗത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും ഉണ്ടാകുന്ന അവസ്ഥയ്ക്കൊക്കെ ഏറ്റവും നല്ല മാറ്റം കിട്ടാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റാണ് കൂവളം. ഇനിയുള്ള കണ്ടന്റാണ് പൂപ്പാതിരി എന്ന് പറയും, പടല എന്നൊക്കെ പറയും സംസ്കൃതത്തിൽ പടല, അല്ലെങ്കിൽ പൂപ്പാതിരി. ഇതും ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. ആസ്മക്ക് ഏറ്റവും നല്ല, അല്ലെങ്കിൽ നമ്മളൊരു ബ്രീത്തിങ് ഡിസോർഡർ ഉള്ള ആള്, അവർക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടന്റ് ആണ് പൂപ്പാതിരി. അത് ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കാനും വേദനയെ ശമിപ്പിക്കാനും പനി പോലുള്ള ഛർദി പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനും. അതുകൊണ്ടാണ് ഈ കവചപ്രാശ് എന്ന് പറയുന്ന ഉൽപ്പന്നം കഴിക്കുന്ന വീടുകളിൽ പറയാറുണ്ട്, എന്റെ മകൾക്ക് എന്റെ മകൻ ഇപ്പോൾ സ്ഥിരമായി പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും വരുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഇതിനകത്തുണ്ട്. പനിയെ റെസിസ്റ്റ് ചെയ്യാൻ ഇതിന് കഴിയും എന്ന് ഉള്ളത് കൊണ്ടാണ് ആ ഗുണം കിട്ടുന്നത്. മറ്റൊരു കണ്ടന്റാണ് മുഞ്ച എന്ന് പറയും, അഗ്നിമന്ദ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അതിന്റെ മുകളിൽ വായിച്ചു നോക്കിയാൽ കാണാം. സംസ്കൃതത്തിൽ അതിന് പറയുന്ന അഗ്നിമന്ദ എന്നാണ്. ഇതിനും ഒരുപാട് ഗുണങ്ങളുള്ളത്. പ്രധാനമായും വിളർച്ചയെ ശമിപ്പിക്കാൻ. ആളുകൾ പറയും രക്തക്കുറവ് കൊണ്ടൊക്കെയാണ് വിളർച്ച ഉണ്ടാകുന്നത്, അപ്പൊ സ്വാഭാവികം വിളർച്ച ഇല്ലാതാക്കാൻ ഇതിന് കഴിയും. അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കാൻ ഇതിന് കഴിയും. അതുപോലെ വാത കഫ സന്തുലിതം, നമ്മൾ പൊതുവെ പറയാറുണ്ട്, വാത പിത്ത കഫ സന്തുലിതമായിട്ടുള്ള ശരീരമാണ് ആരോഗ്യമുള്ള ശരീരം. അതായത് ത്രിദോഷങ്ങളെ തടുത്തു നിർത്താൻ കഴിയുന്ന അവസ്ഥ, ഇതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വാത കഫ സന്തുലിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കാൻ ഈ പറഞ്ഞ മുഞ്ചക്ക് കഴിയും. പിന്നെ ഞാനൊക്കെ ഉള്ള സമയത്ത് അച്ഛനൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് കാണിച്ചു തരുന്നത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരില. ഓരില എന്ന് പറയുന്നത് അതിന് സൽപ്പർണി എന്ന് സംസ്കൃതത്തിൽ പറയും. ഇത് സന്ധിവാദമുള്ള ആളുകൾ, എപ്പോഴും മുട്ടുവേദന അതുപോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ, സന്ധിവാദം അല്ലെങ്കിൽ ആമവാദം പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വേദനയെ ശമിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണ് ഓരില എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതിന് ശ്വാസകോശ രോഗങ്ങളെ, വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങളെ, അതായത് ആസ്മ പോലുള്ള എപ്പോഴും ചുമക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും കഫത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക്, ബ്രോങ്കൈറ്റിസ് പോലുള്ള അവസ്ഥയുള്ള ആളുകൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ള ഓരില എന്ന് പറയുന്ന കണ്ടന്റ്. മറ്റൊരു കണ്ടന്റാണ് പ്രിൻസ്പർണി എന്ന് പറയും. പ്രിൻസ്പർണി എന്ന് നമ്മൾ സംസ്കൃതത്തിൽ നിങ്ങളെ ഈ ബോട്ടിലിന് മുകളിൽ വായിച്ചു നോക്കി നമുക്ക് കാണാം. പ്രിൻസ്പർണി, ഡാബ്ര എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒടിവ് ചതവ് പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ സ്വാഭാവികമായിട്ട് ഒടിവ് ചതവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ചാമ്പി തേയിലൊക്കെ, നമ്മൾ പറയാണ് ചാമ്പി തേയിലൊക്കെ ഇട്ടിട്ട്
നല്ല കൃത്യമായി തേച്ച് കെട്ടുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ കുറെ ഓയിലൊക്കെ നമുക്ക് തരും. ആയുർവേദ അല്ലെങ്കിൽ വൈദ്യന്മാരൊക്കെ പോയി അല്ലെങ്കിൽ ഒടിവ് ചതവ് കിട്ടുന്ന ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ അവർ തരുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണ് ഇതും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രമേഹത്തെ തടഞ്ഞു നിർത്താൻ, പ്രമേഹം എന്ന് പറയുന്ന ആ അവസ്ഥയെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണ് ദാബ്ര എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലം, ഒരുപാട് ആളുകൾക്ക് പലരും പറയുന്നതാണ് എന്റെ സ്കിന്നിലൊക്കെ കളർ മാറി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലത്തെ ഇല്ലാതാക്കാൻ, അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ഒക്കെ വരുന്നതിനെ തടയാൻ, അതിനുള്ള ഏറ്റവും നല്ല ടോണിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, നാഡീവ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന, അതുപോലെ തന്നെ വിഷാദ രോഗം അല്ലെങ്കിൽ എന്താ പറയാ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് വിഷാദം എന്ന് പറയുന്നത്. അത് വളരെ നന്നായി ഇതിന് കൈകാര്യം ചെയ്യാൻ കഴിയും. അതുപോലെ ദഹന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാനും, ശരീരത്തിലുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളാൻ, നമ്മൾ ബ്ലഡ് പ്യൂരിഫയറിലൊക്കെ ഇതിനകത്ത് വളരെ പ്രാധാന്യമുണ്ട്. ശരീരത്തിലുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളാനുള്ള കപ്പാസിറ്റിയും ഈ പറയുന്ന ദാബ്ര അല്ലെങ്കിൽ പ്രിൻസ് പർണി എന്ന് പറയുന്ന കണ്ടന്റിന് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ നമുക്കൊക്കെ അറിയുന്ന ഒരു സാധനം നമ്മൾ പറയും പുത്തരിച്ചുണ്ട എന്ന് പറയും. ഏകദേശം വഴുതിനിടയ്ക്ക് ഒരു ഇലയുള്ള ചെറിയ, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ് പുത്തരിച്ചുണ്ട, കന്തകാരി എന്ന് പറയും സംസ്കൃതം. ഇതും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള, വാദം പോലുള്ള അവസ്ഥകൾക്ക്, അതുപോലെ തന്നെ മുടി വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ഗുണം ചെയ്യും. മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാൻ സഹായിക്കും. ചുമയും കഫവും ഒക്കെ ഇല്ലാതാക്കാനും ദഹനത്തെ ക്ലിയർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന, നമ്മൾ ഏറ്റവും നന്നായി ദഹന പ്രക്രിയ നടത്താനൊക്കെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് പുത്തരിച്ചുണ്ട എന്ന് പറയുന്നത്. ഇതൊക്കെ സംസ്കരിച്ചാണ് എടുക്കുന്നത്, നേരിട്ടുകൊണ്ട് എടുക്കാൻ കഴിയില്ല. നമ്മൾ ഇതൊക്കെ സംസ്കരിച്ച് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആക്കിയതിനു ശേഷമാണ് നമുക്ക് ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ നമ്മുടെ ആയുർവേദ ആചാര്യന്മാർ നമുക്ക് കവചപ്രാശ് എന്ന് പറയുന്ന ഈ ലേഖനത്തിൽ ചേർത്ത് നമുക്ക് തരുന്നത്. അപ്പോ തീർച്ചയായും ഈ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിട്ടുള്ള ഓരോ കണ്ടന്റുകളും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി അതിനകത്ത് ഞെരിഞ്ഞിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മളെ നാറ്റ്ഷ്യം. നേഷ്യത്തിന്റെ അകത്ത് ഞെരിഞ്ഞിലുണ്ട്. ഞെരിഞ്ഞിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്, ശക്തിദായകമാണ്. ത്രിദോഷങ്ങളെയും സംഹരിക്കാൻ അല്ലെങ്കിൽ ത്രിദോഷങ്ങളെയും കൃത്യമാക്കി കൊണ്ടുവരാൻ ഞെരിഞ്ഞിലിന് കഴിയും. ഏറ്റവും നല്ല വേദന സംഹാരി കൂടെയാണ് ഈ പറയുന്ന ഞെരിഞ്ഞിൽ. അതുകൊണ്ടാണ് സ്ത്രീകളൊക്കെ പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് ഞെരിഞ്ഞിൽ ഉപയോഗിച്ച് പണ്ടൊക്കെ കഷായമൊക്കെ കാച്ചി കുടിക്കാറുണ്ട്. അതുപോലെ മൂത്രാശയമായിട്ടുള്ള ബന്ധപ്പെട്ട തകരാറുകളെ പരിഹരിക്കാൻ ഇതിന് കഴിയും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഗുണം. അതുപോലെ തന്നെ നമുക്ക് മസിൽ സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കാൻ, അത് കായിക താരങ്ങളൊക്കെ സംബന്ധിച്ചോളം മസിൽ സ്ട്രെങ്ത് ഒക്കെ അനിവാര്യമാണ്, നല്ല പവർഫുൾ ആയിരിക്കും. ഇതിന് പൊതുവെ അതുപോലെ തന്നെ ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകളൊക്കെ, നമ്മൾ പൊതുവെ ബോഡി ബിൽഡേഴ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്യാറുള്ളത് നമ്മളെ പ്രോട്ടീൻ പൗഡറാണ്. അപ്പോ ഇതിന് നമ്മുടെ ഞെരിഞ്ഞിലും അശ്വഗന്ധയും ചേർത്ത് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുമെന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. ഏതായാലും നമ്മളെ ഈ കവചപ്രാശിൽ ഇത് രണ്ടും ചേരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ശരിക്കും നമുക്ക് നല്ല സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണ് ഈ പറയുന്ന ഞെരിഞ്ഞിൽ എന്ന് പറയാം. പിന്നെ ഉള്ള ഒരു കണ്ടന്റ് ആണ് കുമിഴ്, ഗംഭാരി എന്ന് സംസ്കൃതത്തിൽ പറയും. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ബ്രെയിൻ ടോണിക് ആണ്. നമ്മൾ ഇതിനകത്ത് പറയാറുണ്ട് കുങ്കുമപ്പൂവുണ്ട്, അശ്വഗന്ധയുണ്ട്, ബ്രഹ്മിയുണ്ട്, ഇതൊക്കെ നല്ലതാണെന്ന് പറയുന്ന സമയത്ത് തന്നെ കുമിഴും അതിന് വലിയ പ്രാധാന്യമുണ്ട്. അച്ഛനൊക്കെ എന്നെ പഠിപ്പിച്ച സാറിന്റെ നാൽപ്പാമരം, കുമിഴ്, കൂവളം, പാതിരി, പയ്യാന, ഈ 4 സാധനമാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് ഒരു പാർട്ടാണ് കുമിഴ് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു ഗുണം, ചില ആളുകളൊക്കെ പറയും മൂക്കിൽ നിന്ന് രക്തം വരുന്നെന്നും പറയും. അതിനൊക്കെ തടയാൻ, മൂക്കിൽ നിന്ന് രക്തസ്രാവത്തെ ഇല്ലാതാക്കാൻ, അതേപോലെ തന്നെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ഓവറായിട്ടുള്ള ബ്ലീഡിങ്ങിനെ തടയാൻ, ഇതിലെല്ലാം ഉപരി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ആന്റി ഏജിങ്. ആന്റി ഏജിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കിന്നിലുള്ള ചുളിവുകളൊക്കെ ഇല്ലാതെ സ്കിന്നിനൊക്കെ പെർഫെക്റ്റ് ആക്കി നിർത്തൽ തന്നെയാണ് ആന്റി ഏജിങ്. അല്ലാതെ നമ്മളെ പ്രായം കുറയൊന്നുമില്ല. അതായത് എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ പറയുന്ന
കുമിഴിന് ഒരു ഗുണമുള്ളത് കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ. നമ്മൾ നേരത്തെ പറയുന്ന തഴുതാമ ഗുണമുണ്ടെന്ന് പറയുന്ന പോലെ ഇതിനും കോശങ്ങളുടെ പുനരുജ്ജീവനത്തിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ ശുക്ലവർദ്ധനവിനും ബീജവർദ്ധനവിനും ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് കൂടെയാണ് കുമിഴ് എന്ന് പറയുന്ന ഈ പറയുന്ന ഔഷധ മൂല്യമുള്ള സസ്യം എന്ന് പറയുന്നത്. മലബന്ധത്തെ ഇല്ലാതാക്കാനും ഇതിന് കഴിയും. സ്വാഭാവിക ശോധന കുറവുള്ള ആളുകൾക്കും ഈ പറയുന്ന കണ്ടന്റ് സഹായിക്കും എന്ന് വാസ്തവം. ഇനി മറ്റൊരു കണ്ടന്റ് ആണ് പലകപ്പയ്യോനി, പലകപ്പൈമണി, ഇങ്ങനെ ഒരുപാട് പേരുകളിൽ മലയാളത്തിൽ അറിയപ്പെടുന്ന സ്യോനക എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലിന്റെ മുകളിൽ സ്യോനക എന്ന് കാണും, അതിന്റെ ശാസ്ത്രീയ നാമവും കാണും, സംസ്കൃതത്തിൽ സ്യോനക എന്ന് പറയും. ഇതിന് ഒരുപാട് ഗുണങ്ങൾ. നമ്മൾ പൊതുവെ പറയും സാറേ ബ്രെയിനിൽ ട്യൂമർ, അവിടെ ട്യൂമർ, ഇവിടെ ട്യൂമർ എന്നൊക്കെ പറയും. ഇത് ആന്റി ട്യൂമർ ആണ്. അതായത് ട്യൂമറുകളെ, മുഴകളെ ഇല്ലാതാക്കാൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ് ഒരു ഗുണം. അതുപോലെ തന്നെ ചില ആൾക്ക് എപ്പോഴും തൊണ്ടവേദന അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് ഏറ്റവും നല്ല ഗുണം ചെയ്യും. ഒരു ആന്റി അലർജിക് പ്രോപ്പർട്ടി കൂടെയാണ്. അലർജി സെല്ലുകളെ, അലർജൻസിനെ ഇല്ലാതാക്കാൻ ഇതിന് കഴിയും. അതുപോലെ തന്നെ ആന്റി ഫംഗലാണ്. ആന്റി ഫംഗൽ വെച്ചാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങളൊക്കെ വരുന്നത് ആന്റി ഫംഗൽ. നമ്മള് സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രോബ്ലം, റാഷസും അതേപോലെ തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ആന്റി ഫംഗൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, അതോടൊപ്പം മഞ്ഞപ്പിത്തത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു കണ്ടന്റ് ആണ് പലകപ്പൈമണി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്യോനക എന്ന് പറയുന്ന കണ്ടന്റ്. പിന്നെ മറ്റൊരു കണ്ടന്റാണ് ചെറുവഴുതിന. ഉത്തരിച്ചുണ്ടയും ചെറുവഴുതിനയും രണ്ടും രണ്ടാണ്. ചിലപ്പോൾ നമ്മളെല്ലാം ഒരു കൂട്ടത്തിൽ കൂട്ടും. പക്ഷെ ചെറുവഴുതിന വേറെ ഒരു കണ്ടന്റ് ആണ്. അത് രണ്ടും ചെറിയ വ്യത്യാസം മാത്രമേ കാഴ്ചയിലുള്ളൂ, രണ്ടും രണ്ടാണ്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കവചപ്രാശം കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് ശ്വസന വ്യവസ്ഥ പെർഫെക്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ആസ്മ പോലുള്ള അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് പെർഫെക്റ്റ് ആവുമെന്ന് പറഞ്ഞാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഏറ്റവും കൂടുതൽ അതിനെ സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആസ്മയെ ചെറുക്കാൻ ഈ പറയുന്ന ചെറുവഴുതിനൊക്കെ കഴിയും. ശ്വാസകോശ രോഗങ്ങളെയും അതുപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന വന്ധ്യതയെ ചെറുക്കാൻ അതിന് കഴിയും. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് വായ്നാറ്റത്തെ അകറ്റാൻ കഴിയും എന്നുള്ളതാണ്. ഇതിന്റെ മറ്റൊരു ഗുണമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇത് കഴിക്കുന്നതുകൊണ്ടുള്ളത് ഒരുപാട് ഗുണങ്ങൾ ഒന്ന് അതാണ്. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം, അതായത് നാഡീ ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലത്തെ ഒഴിവാക്കാൻ ഇതിന് കഴിയും. ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞു. ഇതിനും അതിനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ ഡൈയൂറേറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും, നന്നായി മൂത്രത്തെ ശരീരത്തിന് പുറന്താം. മൂത്രം നന്നായി പോയിട്ടുള്ള ഗുണം എന്താ? നന്നായി മൂത്രം പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം ശരീരത്തിൽ ഒരുപാട് വേസ്റ്റുകൾ പുറത്തേക്ക് പോകുന്നത് ഈ പ്രക്രിയയിലൂടെയാണ്. അപ്പൊ അത് നല്ല കൃത്യമായി നടക്കും. അതുപോലെ പ്രസവരക്ഷയായിട്ട് നമ്മൾ കൊടുക്കാറ് കവചപ്രാശം. പ്രസവരക്ഷയായിട്ടും പ്രസവത്തിന് ശേഷവും നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണെന്ന് പറയാറുണ്ട്. കാരണം ഇത് ഈ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാൻ, അതായത് സുഖപ്രസവത്തിനൊക്കെ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രസവാനന്തരം ഉണ്ടാകുന്ന ഘട്ടം ഘട്ടമായി പല അസുഖങ്ങൾ വരാറുണ്ട്, അതിനെ ഇല്ലാതാക്കാനും ഇതിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം. ഇനി മറ്റൊന്നാണ് വിതരികാന്ത് എന്ന് പറയുന്ന, സംസ്കൃതത്തിൽ നമ്മൾ വിതരികാന്ത് എന്നും മലയാളത്തിൽ മുടക്ക് എന്ന് പറയുന്ന ഒരു കണ്ടന്റാണ്. ശരീരഭാരം മെച്ചപ്പെടുത്താൻ, ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനല്ല ഞാൻ പറഞ്ഞത്, തീരെ ഇല്ലാത്ത ആളുകൾ, ഇങ്ങനെ ഒന്നുമില്ല, ഒന്ന് ഉള്ളുറപ്പ് എന്ന് പറയുമല്ലോ, അതിന് ഏറ്റവും നന്നായി സഹായിക്കും. ശരീരത്തിന്റെ ഭാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും. പ്രസവരക്ഷയിൽ നമ്മൾ കവചപ്രാശം കൊടുക്കണം എന്ന് പറയാൻ കാരണം ഈ പറയുന്ന മുടക്ക് എന്ന് പറയുന്ന ഈ കണ്ടന്റിന് മുലപ്പാൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. സാധാരണ ചില അമ്മമാരൊക്കെ പറയുന്നുണ്ട് ആ മുലപ്പാൽ കുറവാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം തന്നെ കരൾ രോഗങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ പനി മുതലായവർക്ക് ഇത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ചർമ്മത്തിലുള്ള നിറവ്യത്യാസം, ചില ആളുകൾ പറയും ഞാൻ എന്തൊക്കെ മെഡിസിൻ കഴിച്ചതിന് ശേഷമാണ് എനിക്ക് വരുന്നത്. ചിലപ്പോൾ അലോപ്പതി മെഡിസിൻ കഴിച്ചതിന്റെ ഭാഗമായിട്ട് ചില ആൾക്ക്
വെള്ളപ്പാണ്ട് പോലുള്ള സംഗതി വരാറുണ്ട്. ശരിക്കും വെള്ളപ്പാണ്ടല്ല അത്, സ്കിന്നിൽ ഉണ്ടാകുന്ന കളറിന്റെ ചേഞ്ചിങ് ആണ്. പല ആൾക്കും അത് സ്കിന്നിൽ വ്യാപിച്ചു വരുന്നു. വെള്ളപ്പാണ്ട് അല്ലാതെ തന്നെ വെള്ളപ്പാണ്ട് പോലെ ജീവിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചോളം അതിന് ഏറ്റവും നല്ല മാറ്റം കിട്ടുന്ന ഒരു കണ്ടന്റ് കൂടെയാണ് ഈ പറഞ്ഞ മുടക്ക് അല്ലെങ്കിൽ വിതരികാന്ത് എന്ന് പറയുന്ന, വിതരികണ്ട് എന്നാണ്, വിതരികണ്ട് എന്ന് കാണ്ടം, കാണ്ടം എന്ന ഇതാണ് തണ്ട്, അപ്പൊ അങ്ങനെയാണ് അർത്ഥത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ആടലോടകം. നമ്മൾ ആടലോടകം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട നമ്മൾ ആദ്യം പഠിക്കുന്ന കണ്ടന്റ് ആണ് കഫ്നിൽ, തുളസി, ആടലോടകം, ചെറുവേദന എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചു പോയതാണ്. ആടലോടകത്തിന്റെ ഒരു ഗുണം, അതുകൊണ്ടാണ് കഫ്നിൽ അത് ചേർത്തിട്ടുള്ളത്, അതിന്റെ ഗുണം അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് നമ്മുടെ ഇവിടെ നിങ്ങോട്ടേക്കുള്ള ശ്വാസകോശവും ശ്വസന നാളിയും മൂക്കുകൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ വായും മൂക്കും ഈ കണ്ടനാളവും അതേപോലെ തന്നെ ശ്വാസകോശവും അടങ്ങുന്ന ഈ പാർട്ടിനെയാണ് അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അണുബാധയെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ആടലോടകം. അത് ഡെങ്കി ഫീവർ പോലുള്ള പ്രശ്നങ്ങൾ വന്ന ആളുകൾക്ക് അതിന് നല്ല റിസൾട്ട് കിട്ടുന്ന, അതിനൊക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒരു കണ്ടന്റ് കൂടെയാണ് ഈ പറയുന്ന ആടലോടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ഷയരോഗം വന്ന ആളുകളെ സംബന്ധിച്ചോളം അതിന് നല്ല ഒരു ഗുണകരമായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് പറയുന്ന സാധനം. കൂടാതെ നമ്മുടെ ഹാർട്ട് ഫങ്ഷൻസ്, നമ്മൾ പൊതുവെ അതിനു വേണ്ടി അല്ല ഉപയോഗിക്കുന്നതെങ്കിലും ഹാർട്ട് ഫങ്ഷൻസ് ഒക്കെ നന്നായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റ് കൂടെയാണ് ഈ പറഞ്ഞ ആടലോടകം. പിന്നെ നമ്മൾ ബ്ലഡ് പ്യൂരിഫയറിലൊക്കെ ചേർത്തിട്ടുള്ള ചിറ്റമൃതാണ് അടുത്ത കണ്ടന്റ്. ചിറ്റമൃത് പണ്ട് മുതലേ എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ അച്ഛന്റെ പെങ്ങളൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന കണ്ടിട്ടാണ്. കാലില് വിട്ടുമാറാത്ത വ്രണമുള്ള സമയത്ത് അതിനെ ക്ലീൻ ചെയ്യാൻ ചിറ്റമൃതൊക്കെ ചേർത്തിട്ടുള്ള ഒരു പാനീയം, അല്ലെങ്കിൽ ചൂടായിട്ടുള്ള ചിറ്റമൃതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഔഷധ കൂട്ടുണ്ടാക്കി അതുകൊണ്ടാണ് കാല് കഴുകിയിരുന്നത്. അതിന്റെ പ്രാധാന്യം ഞാൻ അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരീരത്തിൽ വരുന്ന ബാക്ടീരിയകളെ ചെറുക്കാൻ നമ്മൾ ഡെറ്റോൾ ഇട്ടിട്ടാണ് ഇപ്പൊ കഴുകുക. പണ്ടൊക്കെ അങ്ങനെയല്ല, ഡെറ്റോളിന് പകരം ഉപയോഗിച്ചിരുന്ന സാധനം ഇതാണ്. അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അണുബാധയെ ഇല്ലാതാക്കാൻ സഹായിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് പോലുള്ള അണുക്കളെ പ്രതിരോധിക്കാനുള്ള ഒരു കപ്പാസിറ്റി, കഴിവ് ഈ പറയുന്നുണ്ട് ചിറ്റമൃതിനുണ്ട്. നമ്മൾ ഈ പ്രൊഡക്റ്റിനകത്ത് എന്താണ് ഗുണം ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് എവിടെയൊക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത്, പുതിയ സ്ത്രീകളെ സംബന്ധിച്ചോളം മൂത്രാശയ രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചോളം ഈ പറയുന്ന ചിറ്റമൃത് ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിറ്റമൃത് ഭക്ഷണ രൂപത്തിൽ നമ്മുടെ ശരീരത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറയുന്ന പ്രശ്നങ്ങളെ തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ ശരീരത്തിനകത്തുള്ള രക്തത്തെ ശുദ്ധീകരിച്ച് അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളെയും കൃത്യമായി പുറന്തള്ളാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുണം. കരൾ രോഗത്തെ ഇല്ലാതാക്കാനും മലബന്ധത്തെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ വന്ധ്യതക്ക് ഏറ്റവും നല്ല ഒരു പരിഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ കണ്ടന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ ചിറ്റമൃത് എന്ന് പറയുന്നത്. ചിറ്റമൃതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, കുറുന്തോട്ടി. കുറുന്തോട്ടി നമുക്കറിയാം, നമ്മൾ കുറുന്തോട്ടിയെ പറ്റി പറയാറുള്ള ഒരു വാക്കാണ് കുറുന്തോട്ടിക്കും വാദമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെ നമുക്കൊക്കെ മനസ്സിലായി. വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് കുറുന്തോട്ടി എന്നുള്ളത് നമുക്ക് ആ വാക്കിൽ മാത്രം മനസ്സിലായി എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ അതിൽ കൂടുതൽ പറയാനില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന വാദം എന്ന് പറഞ്ഞ, നേരത്തെ പറഞ്ഞ സാധാരണയ്ക്ക് പറയാറുള്ളത് വാദപിത്ത കഫം എന്ന് പറഞ്ഞാൽ, വാദം എന്ന് പറഞ്ഞാൽ ശ്വസനമാണെന്ന് പറഞ്ഞെങ്കിൽ ഇത് വാദം എന്ന് പറഞ്ഞാൽ സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ വാദം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അതിനകത്ത് മറ്റൊന്നാണ് കുങ്കുമപ്പൂവ്, കേസർ എന്ന് പറയുന്ന പാർട്ട്. അത് നമ്മളെ ബോട്ടിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഒരു ഡയഗ്രാം പോലെ ആയിരിക്കും, കവചപ്രാശം എഴുതിയതിന്റെ തൊട്ട മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻറിച്ച്ഡ് വിത്ത് കേസർ. കുങ്കുമപ്പൂവാൽ സമൃദ്ധം എന്ന് പറയാം. കുങ്കുമപ്പൂവിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. എസ്പെഷ്യലി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ളത് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും നല്ലതാണ് കുങ്കുമപ്പൂ എന്ന് പറയും. മാനസികമായ സമ്മർദ്ദത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ,
ഒരു കൂൾ മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റ് കൂടിയാണ് കുങ്കുമപ്പൂ. അപ്പോ നല്ല മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ നിലനിർത്താനും BP കൺട്രോൾ ചെയ്യാനും സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു കണ്ടന്റ് ആണ് കുങ്കുമപ്പൂ. മറ്റൊന്നാണ് ബെൻസ്ലോജൻ എന്ന് പറയുന്ന തബഷീർ എന്ന് പറയും. ബഷീർ അല്ല കേട്ടോ, തബഷീർ എന്ന് പറയുന്നത് അറബിയിലും അതിനങ്ങനെ തന്നെയാണ് പറയുക, തബഷീർ എന്നാണ് പറയുക. ഈ പറയുന്ന കണ്ടന്റിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലുകളുടെ ബലത്തെ വർദ്ധിപ്പിക്കും. നമ്മൾ ഉള്ളുറപ്പ് എന്ന് പറയുന്ന സമയത്ത് കായികമായിട്ടുള്ള മസിൽ പവർ മാത്രം പോരാ, എല്ലിന് നല്ല ഉറപ്പ് വേണം. എല്ലിന്റെ ഉറപ്പില്ലാത്ത ഒരു അസുഖമുണ്ട്, ഓസ്റ്റിയോപൊറോസിസ്. എല്ല് പൊടിഞ്ഞു പോവുക, എല്ല് നുറുങ്ങി പോവുക, ചെറിയൊരു വീഴ്ച വീണ ആ സ്പോട്ട് പൊട്ടിപ്പോവുക. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ അതിനെ പ്രതിരോധിക്കാൻ നല്ല ഒരു സിലിക്കയുടെ കണ്ടന്റ് അടങ്ങി, സിലിക്കയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കണ്ടന്റ് അടങ്ങിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഔഷധ മൂല്യമായിട്ട് വരുന്ന സിലിക്കയാണ്. സിലിക്ക അടങ്ങിയത് കൊണ്ട് തന്നെ ഇതിന് ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസുഖങ്ങളെ ചെറുക്കാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എല്ലിന്റെ ബലം വർദ്ധിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ശ്വസന പ്രശ്നങ്ങൾ, നമ്മൾ പറയും ആസ്മ, അലർജി പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ഇതിന് കഴിയും. അതാണ് അതിന്റെ ഗുണം. പിന്നെ നമ്മൾ പറയാറുണ്ട് അശ്വഗന്ധ അടങ്ങിയിട്ടുണ്ട്, കുങ്കുമപ്പൂ അടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ പെർഫെക്റ്റ് ആക്കും എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ മസ്തിഷ്ക വൈകല്യത്തെ ഇല്ലാതാക്കാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് നാഗകേസരം അല്ലെങ്കിൽ നാഗചെമ്പകം എന്നടങ്ങി പറയുന്നില്ല, വയനാവ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോ ഈ പറയുന്ന കണ്ടന്റകത്ത് മസ്തിഷ്ക വൈകല്യത്തെ ഇല്ലാതാക്കാനും ഹിസ്റ്റീരിയ പോലുള്ള അസുഖങ്ങളെ ചെറുക്കാനും പൈൽസിനെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഈ പറയുന്ന നാഗകേസരം അല്ലെങ്കിൽ നാഗചെമ്പകം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഏലാച്ചി എന്നാണ് നമ്മൾ ഇതിന്റെ ബോട്ടിൽ നമ്മൾ എഴുതി വെച്ചത്. ഏലം തന്നെയാണ് ഏലാച്ചി. ഏലാതി മുട്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റാണ് ഏലം. ഇത് പനിയെ ശമിപ്പിക്കാൻ, പനിയൊക്കെ വരുന്ന ശരീരത്തിന്റെ താപനിലയെ നിയന്ത്രിക്കാൻ, വാദപിത്ത പിത്തകാരികളായിട്ടുള്ള അസുഖങ്ങളെ ഇല്ലാതാക്കാൻ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ ഇല്ലാതാക്കാൻ ഒക്കെ ഇതിന് കഴിയും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. ഇനി ഇതിലടങ്ങിയിട്ടുള്ള നമ്മൾ പറയും ഷുഗർ പേഷ്യന്റ് ആളുകൾക്ക് എന്തുകൊണ്ട് കൊടുക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈ ഷുഗറുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതിനകത്ത് തേൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. തേനിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ഔഷധ ഗുണമുള്ള, ശരീരത്തിന്റെ എല്ലാ അർത്ഥത്തിലും ഒരു എന്താ പറയാ ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്ന, ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും നന്നായി പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന, ശരീരത്തിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഏറ്റവും നല്ല എനർജി ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് തേൻ. ഇതിനകത്ത് അത് അടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. പിന്നെ വിഴാലരി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. അതിനും ഔഷധ മൂല്യമായിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെങ്കിലും ഇതിനെ കേടുകൂടാതെ നിർത്താൻ ഇതിന് കഴിയുമെന്നുള്ളത് ഒരു ഗുണകരമാണ്. അതായത് വിഴാലരി പൊതുവെ കേടാന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതങ്ങനെ കിടന്നോളൂ. അതിന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോ അത് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റൊന്നാണ് ഘൃത്കുമാരി അല്ലെങ്കിൽ ഘൃതകുമാരി എന്നൊക്കെ പറയുന്ന നാടൻ ഭാഷയിൽ ആര്യവേപ്പ് എന്ന് പറയുന്ന കണ്ടന്റ്. ഇതിനകത്ത് നമ്മൾ പൊതുവെ അറിയുന്ന ഒരു കാര്യം, നമ്മൾ സ്കിൻ കെയർ ആയിട്ട് നമ്മളെ നീം സോപ്പ് ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്കിന്നിൽ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ, ചൊറിച്ചിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെ പോകാൻ, സ്കിന്ന് പെർഫെക്റ്റ് ആകാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആര്യവേപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഒന്ന് അത് തന്നെയാണ്. സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇതിന് അപാരമായിട്ടുള്ള കഴിവുണ്ട്. അതുകൂടാതെ വിരശല്യത്തെ നീക്കാൻ ഇത് വലിയ ഗുണം ചെയ്യുന്ന സാധനമാണ് ആര്യവേപ്പ്. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വിരശല്യത്തെ ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്കിൻ അലർജി, നമ്മൾ ആന്റി അലർജി പോലുള്ള കണ്ടന്റുകൾ കഴിക്കുന്നതിന് സ്കിൻ അലർജി ഒഴിവാക്കാനാണ്. അപ്പോൾ സ്കിൻ അലർജി ഉൾപ്പെടെ, സ്കിൻ അലർജി മാത്രമല്ല കേട്ടോ, നമ്മളെ കവച പ്രശ്നത്തെ എല്ലാ പ്രൊഡക്റ്റും ചേരുന്ന സമയത്ത് ഡസ്റ്റ് അലർജി പോലും നമുക്ക് മാറ്റുന്നുണ്ട്. പക്ഷെ ആര്യവേപ്പിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സ്കിൻ അലർജി ഒഴിവാക്കാനും ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കാനും ഒക്കെ ഇതിന് കഴിയും. മറ്റൊന്നത് ശതാവരിക്കിഴങ്ങ്. നമ്മൾ ശതാവരിക്കിഴങ്ങ് വെൽഹാർട്ടർ സംസാരിക്കാറുണ്ട്. ശതാവരിക്കിഴങ്ങിന്റെ ഒരു പ്രത്യേകത ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റാണ്. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളും വളരെ പെർഫെക്റ്റ് ആയി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ആന്റി ഓക്സിഡന്റ്. ശതാവരിക്കിഴങ്ങിന്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ ഗുണം. PCOD, PCOS പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ,
അത് നിങ്ങൾ സൈക്കിളോവ് തന്നെ കഴിക്കണം എന്നില്ല. എസ്പെഷ്യലി സ്ത്രീകൾ, ചെറുപ്പക്കാരായ സ്ത്രീകളൊക്കെ സ്ഥിരമായി കവചപ്രാശം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്ന കണ്ടന്റ് അതിനകത്തുണ്ട്. ശതാവരി കിഴങ്ങ് അടങ്ങിയിട്ടുണ്ട്. വെൽഹാർട്ട് കഴിച്ചാലും ആ ഗുണം കിട്ടും, കാരണം അതിനകത്തും ശതാവരി കിഴങ്ങുണ്ട്. അപ്പൊ ശതാവരി എന്ന് പറയുന്ന ഈ കണ്ടന്റ് PCOD, PCOS പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും നല്ല ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഈ പറയുന്ന ശതാവരി കിഴങ്ങ്. മറ്റതാണ് അമുക്കുരു അല്ലെങ്കിൽ അശ്വഗന്ധ എന്ന് എഴുതിയിട്ടുള്ള സാധനം. അശ്വഗന്ധക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്, നല്ല ആരോഗ്യത്തെ പ്രദാനം ചെയ്യാനും. അതിലുപരി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് സൗന്ദര്യം. നല്ല സൗന്ദര്യത്തെ പ്രദാനം ചെയ്യാനും ഒരുപാട് കാലം നല്ല എന്താ പറയാ ആരോഗ്യത്തോടെ യൗവനയുക്തമായി ജീവിക്കാനും, അതുപോലെ ദഹന പ്രക്രിയയെ പെർഫെക്റ്റ് ആക്കാനും, സമ്മർദ്ദത്തെ കുറക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ ടെൻഷനൊക്കെ കുറക്കാൻ, അതുകൊണ്ട് ഫൈറ്റസിന് അടങ്ങിയിട്ടുള്ള കാരണം അതാണ്. ടെൻഷനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അമുക്കുരു എന്ന് പറയുന്നത്. കിഴാർ നെല്ലി എന്ന് പറയുന്ന സാധനം നമ്മളെ യൂറി ഫ്ലഷിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, കല്ലുകളെ അലിയിച്ച് കളയാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. കിഴാർ നെല്ലി മൂത്രാശയ കല്ലുകൾ നീക്കം ചെയ്യാൻ ബെസ്റ്റ് സാധനമാണ്. അതേപോലെ മഞ്ഞപ്പിത്തം പോലുള്ള, വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും, ചുണങ്ങ് പോലുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മൾ ഡാൻഡ്രഫ് എന്നൊക്കെ പറയാം, അതൊക്കെ വരാതിരിക്കാനും കിഴാർ നെല്ലി നല്ലതാണ്. ഇനി കടുക്ക ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും, ശോധന പെർഫെക്റ്റ് ആക്കാനും, ആയുസ് വർദ്ധിപ്പിക്കാനും, ബുദ്ധി മെച്ചപ്പെടുത്താനും നമ്മൾ ഇമ്മ്യൂണോത്രി പ്ലസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലും കടുക്ക അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, അതിൽ നമ്മൾ ദഹനം മാത്രമല്ല പറയാറ്, കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണവും മറ്റൊന്നുമല്ല, ഇതിനകത്തും കടുക്ക ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോ നാഗമൊത്ത അല്ലെങ്കിൽ ചാരുകേശം എന്നൊക്കെ പറയുന്ന ചാരുകേശര എന്ന് പറയുന്ന ഒരു സാധനമാണ് അടുത്ത ഒരു കണ്ടന്റ്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രക്തസമ്മർദ്ദം നന്നായി കുറക്കാനും, ഉത്കണ്ഠ അകറ്റാനും, നല്ല ഉറക്കം കിട്ടാനും, മുടികൊഴിച്ചിലും ത്വക്ക് രോഗങ്ങളൊക്കെ തടയാനൊക്കെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ചാരുകേസര എന്ന് പറയുന്ന ഘടകം. അതേപോലെ തന്നെ എക്സിമ പോലുള്ള അസുഖങ്ങളെ ഇല്ലാതാക്കാനും ഇതിൽ കഴിയും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഒരുപാട് കണ്ടന്റുകൾ ഉള്ളത്, നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി അടങ്ങിയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, വെൽഹാർട്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. BP കൺട്രോൾ ചെയ്യാൻ നല്ല പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ ഉണക്കമുന്തിരി. ഹൃദയ കോശങ്ങളുടെ അല്ലെങ്കിൽ ഹൃദയ ഭിത്തിയെ അതിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ അങ്ങനെ ഒരു ഗുണവും അതിനുണ്ട്. അതുപോലെ തന്നെ പ്രായാധിക്യത്തെ ചെറുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥിരമായി ഉണക്കമുന്തിരി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം നല്ല യുവത്വം നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ ഇനി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. 644 ഗ്രാമ്പു അടങ്ങിയിട്ടുണ്ട്. ഗ്രാമ്പു നമുക്കറിയാം, ഗ്രാമ്പു നമ്മൾ പല ആളുകളും പല്ല് വേദനയൊക്കെ വരുന്ന സമയത്ത് വേഗം എടുത്ത് അവിടെ വെച്ചേക്കും. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വേദനയെ ശമിപ്പിക്കാൻ പറ്റുന്ന അവിടെ നിന്ന് തന്നെ മനസ്സിലായി നമുക്ക്. അങ്ങനെ ഒരു ഗുണം അതിനകത്തുണ്ട്. ചുക്കടങ്ങിയിട്ടുണ്ട്. ചുക്കില്ല കഷായം എന്ന് പറയാം. അതായത് ആയുർവേദത്തില് ചുക്കില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയും. ചുക്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചുക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നതാണ്. ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അലിയിച്ച് കളയാനുള്ള കപ്പാസിറ്റി ചുക്കിനുണ്ട്. ഉണങ്ങിഞ്ചിയാണ്. അപ്പൊ അതേപോലെ തന്നെ ചുക്ക് വേദന സംഹാരികൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് കൂടെയാണ് ചുക്ക് എന്ന് പറയുന്നത്. വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ അതുപോലെ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ അല്ലെങ്കിൽ എൻ്റെ വീടിന്റെ ചുറ്റുപാടത്തൊക്കെ ഞങ്ങൾക്ക് ഒരു അപ്പം കൊണ്ടുവരാറുണ്ട്. എടന്ന ഇലയില്, അതായത് കറുവാപ്പട്ടയുടെ അതേപോലെ ഉണ്ടാവും, പക്ഷെ അത് ഭയങ്കര നീളമാണ് ഈ എടന്ന എന്ന് പറയുന്നത്. ഈ എടന്ന ഇലക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്പം ചൂടാനുള്ള കാരണം ചോദിച്ച സമയത്ത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എടന്ന ഇലക്ക് കഫത്തെ അലിയിച്ച് കളയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ സ്വാഭാവികമായി ഔഷധ മൂല്യമുള്ള ഒരു ഇലയിൽ ചുടുന്ന അപ്പായതുകൊണ്ട് തന്നെ അതിനും ഔഷധ മൂല്യമുള്ള സാധനം. അതിന്റെ പേര് മറന്നു എന്നോട്, ആ അപ്പത്തിന്റെ പേര്. അപ്പോ എടന്ന അത് ഇതാക്കും. അതുപോലെ ത്വക്ക് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എന്നുണ്ട്. വാദപിത്ത സമന്വയത്തെ അല്ലെങ്കിൽ ക്ലിയർ ആക്കാൻ സഹായിക്കും.
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്തിരിക്ക് അലർജിയെ ഇല്ലാതാക്കാനും വിരശല്യത്തെ ഇല്ലാതാക്കാനും ഒക്കെ ഒരു കഴിവ് അതിനുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതേപോലെയുള്ള ആയുർവേദത്തിലെ ഏറ്റവും നോവൽ കോമ്പിനേഷൻ ചേർത്ത് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ എലമംഗലം എന്ന് പറയും. അത് എടന്ന, ഓക്കെ, എലമംഗലം. അത് എന്റെ പുതിയ അറിവാണ്. ഞങ്ങൾ എടന്നാന്നാണ് പറയാറുള്ളത്, എനിക്കും അറിയില്ല. എന്തായാലും കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ചോളം ഈ പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഓവറോൾ ഫങ്ഷൻസ് പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്ന, വാതമായാലും പിത്തമായാലും കഫമായാലും ഇതിന്റെ ത്രിദോഷങ്ങളെ പരിഹരിക്കാനും, ശ്വസന വ്യവസ്ഥയായാലും മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായാലും അസ്ഥിയെ സംബന്ധമായാലും അതുപോലെ സ്കിന്നിനെ സംബന്ധിച്ചായാലും അതേപോലെ തന്നെ മസിൽസിനെ സംബന്ധിച്ചായാലും എല്ലാ അർത്ഥത്തിലും ഗുണം ചെയ്യുന്ന, ഏറ്റവും നല്ല ശോധനയെ പ്രൊമോട്ട് ചെയ്യുന്ന, ശോധന ഉണ്ടാക്കി തരുന്ന, ചുരുക്കി പറഞ്ഞ ഓവറോൾ ഒരു മെഡിസിനൽ ഹെർബുകൾ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഹെർബൽ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കവചപ്രാഷ് എന്നുള്ളത്. നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് സ്ത്രീകൾ ചുറ്റുപാടുമുള്ള കുറെ അയൽക്കൂട്ടങ്ങളൊക്കെ ചേർന്ന് അവിടുന്ന് മരുന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണത്തിന്റെ 100 ഇരട്ടി ഗുണം കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ വെച്ചിട്ട് നമ്മളത് കൊടുക്കാതിരിക്കരുത്. നമ്മളെ സംബന്ധിച്ചുള്ള ബിസിനസിനേക്കാൾ ഉപരി നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് നമ്മളൊന്ന് മുൻകൈ എടുക്കുകയാണെങ്കിൽ ബിസിനസ് ഒരു ഭാഗത്ത് വളരും, നാട്ടിലുള്ള ആളുകളുടെ ആരോഗ്യവും നന്നായി മെച്ചപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ഒരു ഗുണം. അപ്പൊ തീർച്ചയായും നമ്മൾ ഈ പ്രൊഡക്റ്റിനെ നന്നായി പ്രൊമോട്ട് ചെയ്യേണ്ട, റൈറ്റ് ടൈം, റൈറ്റ് ഡിസിഷൻ, റൈറ്റ് ചോയ്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. തീർച്ചയായും ഈ പ്രൊഡക്റ്റുകളെ മാക്സിമം പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു നല്ല സാഹചര്യം മുന്നിൽ വെച്ച് ഈ സാഹചര്യത്തെ കാണാതെ മറയത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പ്രൊഡക്റ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്.